CPM-ന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് ഇന്ന് അവസാനിക്കുകയാണ്. ഒരു സമ്പൂർണമായ അഴിച്ചുപണി, തലമുറ മാറ്റത്തിലേക്കാണ് CPM കടക്കുന്നത് എന്നുള്ളതിൻ്റെ സൂചനകൾ ലഭിച്ചു കഴിഞ്ഞു. CPM-ന്റെ നിലവിലെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും അങ്ങനെ 21 പേരെയാണ് ഒഴിവാക്കുന്നത്. പ്രായ മാനദണ്ഡവും അതുപോലെ അനാരോഗ്യവും ഒപ്പം തന്നെ അച്ചടക്ക നടപടിയും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇത്രയും ഒഴിവുകൾ വരുന്നത്. നിലവിലെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും പ്രായപരിധി മാനദണ്ഡ പ്രകാരം 11 പേരെയാണ് ഒഴിവാക്കുന്നത്. 2025 ജനുവരി 1-ന്, അതായത് 2 മാസങ്ങൾക്ക് മുൻപ് 75 വയസ്സ് കഴിഞ്ഞവരെ ഒഴിവാക്കാനാണ് ധാരണയായിട്ടുള്ളത്. അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ, MC ജോസഫൈൻ, AV റസൽ എന്നിവർ മരിച്ചതിനെ തുടർന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ 3 ഒഴിവുകൾ നിലവിൽ തന്നെ ഉണ്ട്. അതുപോലെ സൂസൻ കോടിയെയും K രാജഗോപാലിനെയും കരുനാഗപ്പള്ളിയിലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടും ഒഴിവാക്കുകയാണ്. EN മോഹൻദാസ്, K ചന്ദ്രൻപിള്ള, S ശർമ്മ, CN ദിനേശ് മണി, മുൻ സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ എന്നിവർ ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിൽ ഒഴിവാകാൻ പോവുകയാണ്. അതുപോലെ PK ശ്രീമതി കണ്ണൂരിൽ നിന്നും, AK ബാലൻ പാലക്കാട്ട് നിന്ന്, ആനാവൂർ നാഗപ്പൻ, അതുപോലെ P നന്ദകുമാർ, NR ബാലൻ, MK കണ്ണൻ, ഗോപി കോട്ടമുറിക്കൽ, NV ബാലകൃഷ്ണൻ കാസർഗോഡ്, P രാജേന്ദ്രൻ, K വരദരാജൻ, S രാജേന്ദ്രൻ എന്നിവർ പ്രായപരിധി മാനദണ്ഡത്തിന്റെ പേരിൽ ഒഴിവാക്കപ്പെടുകയാണ്. പുതിയ ജില്ലാ സെക്രട്ടറിമാരായി വന്നവർ 5 പേർ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്താനും പോവുകയാണ്. 6 ജില്ലാ സെക്രട്ടറിമാരാണ് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇതിൽ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള രാജു എബ്രഹാം നിലവിൽ തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള 5 പേരെയാണ് പുതുതായി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എടുക്കാൻ പോകുന്നത്. അതായത് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി രാജഗോപാൽ, വയനാട് സെക്രട്ടറി റഫീഖ്, കോഴിക്കോട്ടെ മെഹബൂബ്, അതുപോലെ VP അനിൽ മലപ്പുറത്ത് നിന്ന്, തൃശ്ശൂരിലെ KV അബ്ദുൽ ഖാദർ എന്നിവർ ഇനി സംസ്ഥാന കമ്മിറ്റിയിൽ എത്തുകയാണ്. നിലവിൽ സംസ്ഥാന സമിതിയിലെ സ്ഥിരം ക്ഷണിതാക്കളായ ജോൺ ബ്രിട്ടാസും ബിജു കട്ടകയും സംസ്ഥാന സമിതിയിൽ എത്താൻ പോകുന്നു. DYFIയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജും പ്രസിഡന്റായിട്ടുള്ള വസീഫും പുതുതായി CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഇടം പിടിക്കുകയാണ്. DYFIയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ജെയ്ക് C തോമസിനെയും അതുപോലെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. PK ശ്രീമതിക്ക് പകരം ഒരു വനിതയെ പരിഗണിക്കുകയാണെങ്കിൽ കണ്ണൂരിൽ നിന്നുള്ള സുകന്യക്കോ അനുശ്രീക്കോ ഇടം കിട്ടിയേക്കുമെന്നും വാർത്തകളിൽ പറയുന്നു. തൃശ്ശൂരിൽ നിന്ന് UP ജോസഫും മന്ത്രി R ബിന്ദുവും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തുകയാണ്. കോട്ടയത്ത് നിന്ന് റജി സക്കറിയ, എറണാകുളത്ത് നിന്ന് CV ദേവദർശൻ, CITUവിന്റെ ജില്ലാ സെക്രട്ടറി PR മുരളീധരൻ എന്നിവരും സംസ്ഥാന സമിതിയിൽ എത്തും എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നു. നിലവിലെ കൺട്രോൾ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പുഷ്പദാസും പരിഗണനയിലുണ്ട്. കൊല്ലത്ത് നിന്ന് MLA നൌഷാദ്, അതുപോലെ X ഏണസ്റ്റ്, S ജയമോഹൻ എന്നിവരും പരിഗണനയിലുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് MLA-മാരായ IV സതീഷോ, VK പ്രശാന്തോ, അതുപോലെ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രനോ സംസ്ഥാന കമ്മിറ്റിയിൽ ഒരുപക്ഷെ വന്നേക്കാം. ഏതായാലും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു സമ്പൂർണ്ണ അഴിച്ചുപണിയുമായിട്ടാണ് CPM ഗോദയിലിറങ്ങുന്നത്. ഇത് ഒരുപക്ഷെ പ്രവർത്തകർക്ക് വലിയ ആവേശം നൽകുന്ന ഒന്ന് തന്നെയാണ്.